ഹലോ, ഏവർക്കും സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം. LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള 6ാമത്തെ ക്ലാസ്സാണിന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ദേശീയ ചിഹ്നങ്ങളാണ്. ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം. ഓക്കെ, അതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. വല്ലതൊക്കെ അറിയോടെ പൊളിക്കണം. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾ നല്ലപോലെ പഠിക്കുക. നമ്മൾ LGS മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മന്ത്ലി ഫീസ് 500 രൂപയാണ്. ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ് ആണ്. ഒരു ദിവസം നിങ്ങൾക്ക് ഏകദേശം 3-3.5 മണിക്കൂർ ക്ലാസ് കിട്ടും. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നാളെ മുതൽ മെയിനായിട്ട് LGSന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സീരീസ് നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, ശരി. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ചോദ്യം: ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഇതാണ് ചോദ്യം. ഓക്കെ, ഒന്നാമത്തത് തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. ശരിയാണോ? ശരിയാണ്. രണ്ടാമത്തത് 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ശരിയാണ്. നീളവും വീതിയും തമ്മിൽ അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് മില്ലിമീറ്ററിൽ പറയുകയാണെങ്കിൽ 3600 × 2400 ആണ്. അത് തെറ്റാണ്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ശരിയാണ്. ഇപ്പൊ ഏതൊക്കെ ശരി? 1, 2, 4 ആണ് ശരി. 1, 2, 4 ആണ് ശരി. ഓക്കെ, ഇവിടെ ഇന്ത്യൻ പതാക നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചപ്പോഴെന്നറിയോ? ദേശീയ പതാക 1947 ജൂലൈ 22 ഇന്ത്യൻ ദേശീയ പതാക. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ദേശീയ പതാക ആരംഗീകരിക്കുന്നത്? ഭരണഘടന അംഗീകരിക്കുന്നത്. 1947 ജൂലൈ 22. ഓക്കെ, ഇന്ത്യൻ പതാക ഡിസൈൻ ചെയ്തിരിക്കുന്ന ആരെന്നറിയാവോ? പിംഗലി വെങ്കയ്യാണ്. പിംഗലി വെങ്കയ്യാണ് ഇന്ത്യൻ ദേശീയ പതാക എന്ത് ചെയ്തിരിക്കുന്നത്? ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ദേശീയ പതാകയിൽ മുകളിൽ നമുക്കറിയാം എന്താണ്? കുങ്കുമ നിറമാണ്. ഈ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്തിനാണ്? ധീരത. എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ധീരത. കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്തിനാണ്? ധീരതയെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ നടുക്കുള്ള വെള്ള നിറം എന്തിനു സൂചിപ്പിക്കുന്നു? സമാധാനം. വെള്ള നിറം സൂചിപ്പിക്കുന്നത് എന്താണ്? സമാധാനം വരട്ടെ. ഓക്കെ, പച്ച നിറം സൂചിപ്പിക്കുന്നത് എന്തിനാ? പച്ച നിറം സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൃദ്ധിയാണ്. പച്ച നിറം സൂചിപ്പിക്കുന്നത് എന്തിനാണ്? സമൃദ്ധി. അപ്പൊ കുങ്കുമം ധീരത, വെള്ള സമാധാനം, പച്ച സമൃദ്ധി. സമൃദ്ധി. ഓക്കെ, ഈ നടുക്കുള്ള ആരക്കാലുകൾ, അതായത് നമ്മുടെ അശോക ചക്രമുണ്ട്. ഈ അശോക ചക്രത്തിൽ എത്ര ആരക്കാലുണ്ട്? 24 ആരക്കാലുകളുണ്ട്. മനസ്സിലായില്ലേ? 24 ആരക്കാലുകൾ. ഓക്കെ, ഇന്ത്യയിലെ ഫ്ലാഗ് കോഡ് അല്ലെങ്കിൽ പതാക നിയമം നിലവിൽ വന്ന എപ്പോഴാണ്? 2002 ജനുവരി 26. 2002 ജനുവരി 26. ഓക്കെ, അപ്പൊ അത്രയും കാലം പഠിച്ചത് നിങ്ങൾ എന്നാണ് ഭരണഘടന അംഗീകരിച്ചത്? 47 ജൂലൈ 22. ആരാ ഡിസൈൻ ചെയ്തത്? പിംഗലി വെങ്കയ്യാണ്. എന്താണ്? പിംഗലി വെങ്കയ്യ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു 3 കളറിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. കുങ്കുമം ധീരത, വെള്ള സമാധാനം, പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞത് പച്ച എന്താണ്? സമൃദ്ധി. ഓക്കെ, നടുക്കുള്ള അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ? 24 ആരക്കാലുകൾ ഉണ്ട്. ഓക്കെ, മനസ്സിലായ കാര്യങ്ങൾ. ശരി, ഈ ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്തെന്നറിയോ? ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ളയാണ്. ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ്? വെള്ളയാണ് ഒളിമ്പിക്സ് പതാകയുടെ നിറം. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോണം. പ്രീവിയസ് ചോദ്യമാണ്. ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ളയാണ് കേട്ടോ. ഓക്കെ, ഈ ദേശീയ പതാകയിലെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയെന്നറിയോ? 3:2 ആണ്. എത്രയാണ് പിള്ളേരെ? 3:2 ആണ് കേട്ടോ. 3:2 ആണ് അനുപാതം. ഓക്കെ, 3:2 ആണ് എന്ത്? അനുപാതം. ഓക്കെ, ഒന്ന് പൗസ് ചെയ്തടാ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവെന്ന് പറഞ്ഞാൽ 6300 × 4200 മില്ലിമീറ്റർ. എത്രയാണ്? 6300 × 4200 മില്ലിമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എത്ര സെന്റിമീറ്റർ വരും? 630 സെന്റിമീറ്റർ, 420 സെന്റിമീറ്റർ. മനസ്സിലാ? ഒരു സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണ്? 1000. തല എടുത്ത് ഞാൻ പൊട്ടിച്ചു വയ്ക്കും അവിടെ. 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. ഓക്കെ, എന്ത് പറ്റി നിനക്ക്? ചൂടുവെള്ളം വല്ലതും വേണോ? വേണ്ട. 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. നീ ശ്രദ്ധിച്ച് കേട്ടിട്ട് പറയണം. എത്ര സെന്റിമീറ്റർ ആണ് 1 മീറ്റർ? 100. എത്ര മീറ്റർ ആണ് 1 കിലോമീറ്റർ? 1000. കറക്റ്റ്. എന്താ നമ്മളിതൊക്കെ അറിയാം. ഓക്കെ, നിന്റെ മോനാവുള്ള പ്രായമുള്ളൂ ചെറുക്കൻ. ഓക്കെ, ശരി. അപ്പൊ ഓർത്ത് വെച്ചിട്ടുള്ളത് 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. ഓക്കെ, 100 സെന്റിമീറ്റർ ആണ്
ഒരു മീറ്റർ. ഓക്കെ, 1000 മീറ്ററാണ് 1 കിലോമീറ്റർ കേട്ടോ. അപ്പം നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം, നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. 3:2 ആണ്. അത് വെച്ചിട്ട് ഏറ്റവും ഉയർന്ന അളവ് 6300 × 4200. ഓക്കെ, VVIPകളുടെ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് നമ്മളെ പ്രീവിയസ് ചോദ്യമാണ്. VVIPകളുടെ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? 450 × 300. എത്രയാണ്? 450 × 300 ആണ്. 450 × 300 ആണ്. മേശപ്പുറത്ത് ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? 150 × 100. 150 × 100 ആണ് കേട്ടോ. 150 × 100 ആണ്. അപ്പോൾ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിൽ അനുപാതം 3:2 ആണ്. നീളവും വീതിയാണെങ്കിൽ 3:2. വീതിയും നീളമാണ് ചോദിക്കുന്നതെങ്കിൽ 2:3 ആണ്. മനസ്സിലായല്ലോ? നീളവും വീതിയാണ് ചോദിക്കുന്നതെങ്കിൽ 3:2ഉം വീതിയും നീളമാണ് ചോദിക്കുന്നതെങ്കിൽ 2:3ഉമാണ്. കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അവിടെ നിന്ന് മടുപ്പിക്കരുത് പ്ലീസ്. ഓക്കെ, VVIPകളുടെ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ് പിള്ളേരെ? 450 × 300. ഓക്കെ, അടുത്ത മേശപ്പുറത്ത് ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് 150 × 100. നമുക്ക് വേണ്ട മാറ്റി വെച്ചാൽ നമ്മുടെ മേശപ്പുറത്ത് അങ്ങനെ വേണ്ട. ഓക്കെ, ക്ലിയർ ആണല്ലോ പിള്ളേരെ? അപ്പൊ ഈ പഠിപ്പിച്ച എത്ര മനസ്സിലായ? ഓക്കെ, ശരി, ഞാൻ ചോദിക്കാം. സുനിത പോസിറ്റെ പറയടാ. ഇന്ത്യൻ പതാക ഭരണഘടന അംഗീകരിച്ച് എപ്പോഴും? 47 ജൂലൈ 22. ആരാണ് പതാകയുടെ ശില്പി? പിംഗലി വെങ്കയ്യ. ഓക്കെ, അപ്പൊ കുങ്കുമം എന്തോന്ന്? ധീരത. വെള്ള എന്താടാ? സമാധാനം. ഓക്കെ, പച്ച എന്തുവാ? നടുക്കുള്ള അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ? 24. ഓക്കെ, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ഓക്കെ, വീതിയും നീളം ചോദിച്ചാൽ 2:3. ഓക്കെ, ഏറ്റവും കൂടിയ എത്രയാണ്? ഏറ്റവും ഉയർന്ന അളവ് 6300 × 4200. 6300 × 4200. VVIPകൾ ഉപയോഗിക്കുന്ന VVIPകളുടെ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? 450 × 300. മേശപ്പുറത്ത് ഉപയോഗിക്കുന്ന 150 × 300. ഓക്കെ, ഇതിന് മുമ്പത്തെ പതാകയിൽ അശോക ചക്രത്തിന് പകരം ഉണ്ടായിരുന്ന എന്താണ്? ചർക്കയാണ്. അത് ഓർത്ത് വെച്ചു കേട്ടോ. ചർക്കയാണ് മുമ്പത്തെ പതാകയിൽ. എന്താണ്? ചർക്കയാണ്. പിന്നെ നമ്മുടെ ഒരു ആളുണ്ട്, അതായത് ജർമ്മനിയിലെ സ്റ്റഡ്ഗഡ് എന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ത്യൻ ദേശീയ പതാക, അതൊരു വിദേശ രാജ്യത്ത് ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി ആരാണ്? മാഡം ഭിക്കാച്ചി കാമ. ആരാണ്? മാഡം ഭിക്കാച്ചി കാമയാണ്. അത് ഓർത്ത് വെച്ച് വേണം. 1907 ഏത് വർഷം? 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ വ്യക്തിയാണ് ആര്? മാഡം ഭിക്കാച്ചി കാമ. ഈ മാഡം ഭിക്കാച്ചി കാമ എന്തെന്നറിയപ്പെടുന്നു? ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് കേട്ടോ. 1907 ജർമ്മനി സ്റ്റഡ്ഗഡ്. 1907 ജർമ്മനി സ്റ്റഡ്ഗഡ്. ആര് ഉയർത്തുന്ന പതാക? മാഡം ഭിക്കാച്ചി കാമ ഉയർത്തുന്നു. ഓക്കെ, ഈ മാഡം ഭിക്കാച്ചി കാമ എന്തെന്നറിയപ്പെടുന്നു? ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവെന്നും ഇന്ത്യയുടെ മകൾ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവെന്നും ഇന്ത്യയുടെ മകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? മാഡം ഭിക്കാച്ചി കാമയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, അതായത് ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെന്നാണ് അടുത്ത ചോദ്യം. ശരിയല്ലാത്തവ. ഓക്കെ, ഒന്നാമത്തത് ഭാഗ്യവിധാത എന്നതായിരുന്നു നാമം. തെറ്റാണ്. ഭാഗ്യവിധാത എന്നതല്ല, ഭാരത് വിധാത എന്നായിരുന്നു നാമം. ഓക്കെ, രണ്ടാമത് ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. ഓക്കെ, ശരിയാണോ? അത് ശരിയാണ്. ആദ്യമായി ആലപിച്ചത് ആരാണ്? സരളാദേവി ചൗധറാണിയാണ്. ഓക്കെ, 1950 ജനുവരി 26 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. അത് തെറ്റാണ്. 2000 എവിടെ നിന്നാണ് പറഞ്ഞത്? എൻ്റെ മറ്റേ ഫ്ലാഗ് കോഡ് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഈ ഫ്ലാഗ് കോഡ് നിലവിൽ എപ്പോഴാണ് പതാക? 2002 ജനുവരി 26. നീ ഓർപ്പിക്കാത്തതിൻ്റെ ചോദിച്ചു. ഓക്കെ, 1950 ജനുവരി 26 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. അതെന്താണ്? തെറ്റാണ്. ഓക്കെ, മദൻ മോഹൻ മാളവിയുടെ അധ്യക്ഷതയിലുള്ള സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. ശരിയാണോ? തെറ്റാണോ? മദൻ മോഹൻ മാളവിയുടെ അധ്യക്ഷതയിലുള്ള സമ്മേളനത്തിലാണോ? അല്ല. ഓക്കെ, ശരി. അപ്പൊ ഈ മൂന്നെണ്ണം തെറ്റാണ്. നമുക്കിതൊന്ന് ശരിയാക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ശരിയാക്കാം. ഒന്നാമത്തെ പ്രസ്താവന ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അതിന്റെ കറക്റ്റ് ആൻസർ ഭാരത് വിധാത. എന്താണ്? ഭാരത് വിധാത. അപ്പോൾ ഭാരത് വിധാത എന്നായിരുന്നു ആദ്യകാല നാമം. ഓക്കെ, ഇനി അടുത്ത്
1950 ജനുവരി 26-നാണ് അംഗീകരിച്ചത് പറയുന്നു. അതെന്താണ്? തെറ്റാണ്. 1950 ജനുവരി 24-നാണ് അംഗീകരിച്ചത്. 1950 ജനുവരി 24-നാണ് എന്ത് ചെയ്ത് പിള്ളേരെ അംഗീകരിച്ചത്. മദൻ മോഹൻ മാളവിയുടെ അധ്യക്ഷതയിലുള്ള സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. അവിടെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഈ ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം ഏത് വർഷമാണ്? 811 നീ 811 പറഞ്ഞത്? 1911. 1911 ആദ്യമായി ഈ ദേശീയ ഗാനം ആലപിക്കുന്നത്. ഓക്കെ, ശരി. ഈ 1911 ആലപിച്ച ഈ ദേശീയ ഗാനം ഏത് സമ്മേളനത്തിലാണ്? കൊൽക്കത്ത സമ്മേളനത്തിലാണ്. കൊൽക്കത്ത സമ്മേളനം. ഈ കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരാണ്? BN ദർ. ആരാണ്? BN ദർ. ഓക്കെ, അപ്പൊ 1911 കൊൽക്കത്ത BN ദർ ദേശീയ ഗാനം ആദ്യമായി ആലപിക്കുന്നു. ആലപിച്ച വ്യക്തിയാണ് സരളാദേവി ചൗധറാണി. ആരാണ്? സരളാദേവി ചൗധറാണി. ഓക്കെ, അപ്പൊ ആദ്യകാല നാമം പറഞ്ഞേ. ഭാരത് വിധാത. പറടാ, ഭാരത് വിധാത എന്നാണ് ആദ്യകാല നാമം. 1950 ജനുവരി 24-ന് 1950 ജനുവരി 24-നാണ് എന്ത് സംഭവിച്ചത്? ദേശീയ ഗാനമായി ജനഗണമനയെ അംഗീകരിക്കുന്നത്. ഓക്കെ, ഇത് ആദ്യമായി ആലപിച്ചത് 1911 കൊൽക്കത്ത സമ്മേളനം. അധ്യക്ഷനാരാണ്? BN ദർ. ആരാണ്? BN ദർ. ഓക്കെ, ജനഗണമന എഴുതിയത് ആരാണ്? ജനഗണമന, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഓക്കെ, ഈ രവീന്ദ്രനാഥ് ടാഗോർ ഏത് ലാംഗ്വേജിലാണ് ഇത് എഴുതിയത്? ബംഗാളി ഭാഷ. അപ്പൊ ജനഗണമന ഏത് ഭാഷയിൽ നിന്നിട്ടല്ല, ഏത് ഭാഷയാണ്? ബംഗാളി ഭാഷയിലാണ് ജനഗണമന. ഓക്കെ ആണല്ലോ. ഈ ടാഗോർ ഇന്ത്യയുടെ മാത്രം ദേശീയ ഗാനമാണ് എഴുതിയിട്ടുള്ളത്? അല്ല, ബംഗ്ലാദേശിന്റെയും ദേശീയ ഗാനം എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. ആ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണെന്ത്? അമർ സോന ബംഗ്ല. എന്താണ്? അമർ സോന ബംഗ്ല. ഈ ജനഗണമനയ്ക്ക് എത്ര സ്റ്റാൻസ് ഉണ്ടെന്ന് അറിയുമോ? അതായത് എത്ര, എന്താ പറയുക, ഇങ്ങനെ മറ്റേ പല സ്റ്റാൻസ് എന്നല്ലേ പറയുന്നത്? സ്റ്റാൻസ 5 എണ്ണം. സ്റ്റാൻസ് ഇങ്ങനെ നമ്മളിങ്ങനെ കട്ട് കവിതയൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ 5 സ്റ്റാൻസ് ഉണ്ട്. 5 സ്റ്റാൻസ് ഉണ്ട്. അല്ല, ആദ്യത്തെ സ്റ്റാൻസാണ് നമ്മളെ ദേശീയ ഗാനമായി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് പാടാൻ അറിയത്തില്ലേ? ഒന്ന് തുടങ്ങിയേ. എണീറ്റിരുന്നാലേ ഇദ്ദേഹം പാടത്തുള്ളൂ കേട്ടോ. ക്ലാസ് ആയിട്ട് ഇദ്ദേഹത്തെ എണീപ്പിച്ചെടുത്തിട്ട് പാടിക്കുന്നതാണ്, നമ്മളെല്ലാം എണീറ്റിരിക്കുന്നതാണ്. ഓക്കെ, ശരി. അപ്പൊ ഈ ജനഗണമന പാടാൻ എടുക്കേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡാണ് ജനഗണമന പാടാൻ എടുക്കേണ്ട സമയം. എത്ര സമയമാണ്? 52 സെക്കൻഡ്. പ്രീവിയസ് ചോദ്യമാണ്. ഇനി നമ്മുടെ ഈ പ്രധാനപ്പെട്ട സമ്മേളനമൊക്കെ ഇത് ഷോർട്ടായി പാടും. ഈ ഷോർട്ടായി പാടുമ്പോൾ എത്ര സമയം കൊണ്ടാണ്? 20 സെക്കൻഡ്. അപ്പം നോർമലി പാടേണ്ടത് 52 സെക്കൻഡ്. ഷോർട്ടായി പാടുമ്പോൾ എടുക്കേണ്ട സമയം എത്രയാണ്? 20 സെക്കൻഡാണ് ജനഗണമന പാടുമ്പോൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ് എഴുതിയത്. രവീന്ദ്രനാഥ് ടാഗോർ ഏത് ലാംഗ്വേജിലാണ് എഴുതിയത്? ബംഗാളി ഭാഷയിലാണ് എഴുതിയത്. ഓക്കെ, പാടാൻ എടുക്കേണ്ട സമയം 52 സെക്കൻഡ്. ഓക്കെ, ഷോർട്ടായി പാടുമ്പോൾ 20 സെക്കൻഡ്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതിന്റെ രാഗം ഏതാണ്? ജനഗണമന പാടേണ്ട രാഗം ശങ്കരാഭരണമാണ്. ഏതാണ്? ശങ്കരാഭരണം. ജനഗണമനയ്ക്ക് മ്യൂസിക് കൊടുത്തത് ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് ടാക്കൂർ ആണ് ജനഗണമനയ്ക്ക് എന്ത് കൊടുത്തത്? മ്യൂസിക്, സംഗീതം നൽകിയത്. അപ്പൊ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് ടാക്കൂർ ആണ്. ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് ടാക്കൂർ ആണ്. ഓക്കെ, ഈ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്താ? ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര്. ഓക്കെ, ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ജനഗണമനയെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ആരാണ്? ടാഗോറാണ്. ആരാണ്? ടാഗോറാണ്. അപ്പൊ നമ്മൾ ടാഗോറിനെ കുറിച്ചുകൂടെ പറയേണ്ടതുണ്ട്. ടാഗോറാണ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും എന്ത് എഴുതിയത്? ദേശീയ ഗാനം എഴുതിയത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയും അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ലയും എഴുതിയത് ആര് തന്നെയാണ്? ടാഗോർ തന്നെയാണ്. നമ്മുടെ നാഷണൽ എന്തോ പറഞ്ഞു ഇങ്ങോട്ടൊക്കെ പോകുന്നത്. സോറി പിള്ളേരെ. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യയിൽ ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. ഏത് വർഷം? 1913. 1913 ടാഗോറിന് എന്ത് കിട്ടുന്നത്? നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. 1913. ഏത് കൃതിക്കാണ് ലഭിച്ചത്? അല്ല, ഏത് വിഷയത്തിന് ലഭിച്ചത്? സാഹിത്യത്തിനാണ് കിട്ടിയത്. ഏത് വിഷയത്തിന് കിട്ടിയത്? സാഹിത്യത്തിന്. ഓക്കെ, ഏത് കൃതിക്ക്? ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഏത് കൃതിക്കാണ് ലഭിച്ചത്? ഗീതാഞ്ജലി. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി എന്ത് ലഭിച്ച? നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറിന് ഏത് വിഷയത്തിലാണ് കിട്ടിയത്? സാഹിത്യം. ഏത് വർഷമാണ് കിട്ടിയത്? 1913. കിട്ടിയ കൃതി ഏതാണ്? ഗീതാഞ്ജലി. സ്പീഡാണോ? ഓക്കെ, ഗീതാഞ്ജലി. ക്ലിയർ ആണ്, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇനി അതുപോലെ തന്നെ ഈ ആകാശവാണി എന്ന പേര് കൊടുത്ത ആരാണ്? ടാഗോറാണ്. പണ്ട് കാലത്ത് SBIയുടെ പരസ്യങ്ങളിൽ വരുന്ന കസ്റ്റമർ ആരാണ്? ടാഗോറാണ്.
ഓക്കെ, ഇനിയിപ്പോ എന്ത് വെച്ചാലും ടാഗോർ പറയും. പുലിമുരുകളിലെ നായകൻ മോഹൻലാൽ. ഇവ മിടുക്ക. ഓക്കെ, ഗാന്ധിജിയെ മഹാത്മാ നിക്ഷേപിച്ചത് ടാഗോറാണ്. ഗാന്ധിജിയെ മഹാത്മാ നിക്ഷേപിച്ചത് ആരാണ്? ടാഗോറാണ്. ഓക്കെ, ശരി. അപ്പോൾ ടാഗോറായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്, നമ്മളത് പഠിക്കണം. നമുക്ക് LGS ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, ശരി. ഇനി അടുത്ത് ഇത്രയല്ലേ നമ്മൾ പറഞ്ഞത് ദേശീയ ഗാനത്തെക്കുറിച്ച്. അപ്പോൾ ദേശീയ ഗാനം ജനഗണമനയാണ്. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധറാണി 1911 കൊൽക്കത്ത സമ്മേളനം. അധ്യക്ഷൻ BN താർ. ഈ ജനഗണമന എഴുതിയിരിക്കുന്ന ഭാഷ ബംഗാളി, എഴുതിയ വ്യക്തി ടാഗോറാണ്. അത് പാടേണ്ടത് 52 സെക്കൻഡുകൾ കൊണ്ടാണ്. ഷോർട്ടായി പാടേണ്ടത് 20 സെക്കൻഡ് കൊണ്ടാണ് ഷോർട്ടായി പാടേണ്ടത്. ഈ ജനഗണമന ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയത് ടാഗോറാണ്. ടാഗോറിനാണ് ആദ്യമായി ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്നും നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അത് ഏഷ്യയിൽ നിന്ന് സാഹിത്യത്തിന് ആദ്യമേ നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആർക്കാണ്? ടാഗോറിനാണ്. ഈ ടാഗോറിന് ലഭിച്ച വർഷം 1913. ഏത് കൃതിക്കാണ് ലഭിച്ചത്? ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ശരി. സുബിനി പോസിറ്റേടാ. അപ്പം നമ്മുടെ ദേശീയ ഗാനത്തെക്കുറിച്ച് മനസ്സിലായി. ദേശീയ ഗീതത്തെക്കുറിച്ച് സംസാരിക്കാം. ദേശീയ ഗാനത്തിനോ ദേശീയ ഗീതത്തിനോ പ്രാധാന്യം കൂടുതൽ? രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. രണ്ടിനെന്താണ്? തുല്യ പ്രാധാന്യമാണ്. പക്ഷേ നമ്മൾ അതിനെ ദേശീയ ഗാനം തെറ്റിദ്ധരിക്കാറുണ്ട്. അത് ജനഗണമനയ്ക്ക് പ്രാധാന്യം കൂടുതലും തെറ്റിദ്ധരിക്കാറുണ്ട്. കാരണം എന്താ? ജനഗണമനക്ക് പാടാൻ അറിയാം. എന്നാൽ ജനഗണമനയിൽ പറയുന്ന പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ എന്താ അത്? പഞ്ചാബിലെ അല്ല, അവരുടെ സ്ഥലങ്ങള്. പഞ്ചാബിലെ സിന്ധു എന്ന അതായത് പഞ്ചാബ് സിന്ധു അല്ല, പഞ്ചാബ് സിന്ധ്. പഞ്ചാബ് സിന്ധ്. അതിലൊരു ചോദ്യമുണ്ട്. സിന്ധ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൽ പരാമർശിക്കുന്നതും എന്നാൽ ഇന്ത്യയുടെ ഭാഗമല്ലാത്തതുമായ പ്രദേശമാണ് ഏത്? സിന്ധ്. കേട്ടോ. അപ്പൊ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, തെറ്റിക്കാണ്. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ. അതായത് പഞ്ചാബ്, സിന്ധ്, ഓക്കെ, ഗുജറാത്ത്, ഓക്കെ, മറാത്ത എന്ന് പറഞ്ഞാൽ ഏതാണ്? മഹാരാഷ്ട്ര. മറാത്ത ഏതാണ്? മഹാരാഷ്ട്ര. ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലെ പ്രദേശങ്ങളാണ് പറയുന്നത്. പഞ്ചാബ്, സിന്ധ്. അത് പണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സിന്ധ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇവിടെ ക്ലാസ് കഴിഞ്ഞില്ലായിരുന്നു അവന്റെ ഓക്കെ. അപ്പൊ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ എന്ന് പറഞ്ഞ ആരാണ്? ദ്രാവിഡർ നമ്മൾ സൗത്ത് ഇന്ത്യക്കാരാണ്. ദ്രാവിഡ എന്ന് നമ്മുടെ ദേശീയ ഗാനത്തിൽ ഉദ്ദേശിക്കുന്ന ദ്രാവിഡർ നമ്മളാണ്. ഉത്കല. ഉത്കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷയാണ്. ഉത്കൽ സമതം എന്നറിയപ്പെടുന്നത് തന്നെയാണ് ഒഡീഷയാണ്. അങ്ങനെ കോറമണ്ഡൽ തീരം ഏതാണ്? കോറമണ്ഡൽ തീരം ഏതാണ്? കോറമണ്ഡൽ തീരം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? തമിഴ്നാടിനെയാണ്. ഏതിനാണ്? തമിഴ്നാടിനെയാണ് കോറമണ്ഡൽ തീരം എന്നറിയപ്പെടുന്നത്. മലബാർ തീരം എന്നറിയപ്പെടുന്നത് ഏതിനെയാ? മലബാർ തീരം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. കേട്ടോ. മലബാർ തീരം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കൊങ്കൺ തീരം ഏതാണ്? കർണാടക, ഗോവ പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊങ്കൺ തീരം എന്ന് പറയുന്നത്. അപ്പം ഉത്കൽ സമതലം എന്നറിയപ്പെടുന്നത് ഒഡീഷ. ഉത്കൽ സമതലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒഡീഷ. കോറമണ്ഡൽ തീരം എന്നറിയപ്പെടുന്നത് ഏതാണ്? തമിഴ്നാട്. കോറമണ്ഡൽ തീരം എന്നറിയപ്പെടുന്നത് തമിഴ്നാടിനെയാണ്. അതുപോലെ തന്നെ മലബാർ തീരം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? കേരളത്തെയാണ് മലബാർ തീരം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കൊങ്കൺ തീരം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? കർണാടക, ഗോവയാണ് കൊങ്കൺ തീരം എന്ന് അറിയപ്പെടുന്നത്. ഓർത്ത് വെക്കുക. ഓക്കെ, ശരി. അപ്പം നമ്മുടെ ദേശീയ ഗാനത്തിൽ പറയുന്ന ഈ ഉത്കൽ എന്ന് പറയുന്നത് ഒഡീഷയാണ്. ബംഗാൾ എന്ന് വെച്ചാൽ ഏതാണ്? ബംഗാളാണ്. അപ്പോൾ അതാണ് ഓർത്ത് വെച്ചത്. അപ്പോൾ ചുമ്മാ നമ്മുടെ ദേശീയ ഗാനം പാടിയാൽ പോരാ, അതിലർത്ഥം പറഞ്ഞ് നമ്മൾ പാടണം. കേട്ടോ. പിന്നെ ശരി. അപ്പോൾ ദേശീയ ഗാനം പാടേണ്ട രീതി തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ദേശീയ ഗീതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും ദേശീയ ഗാനമായ ജനഗണമനയ്ക്കും ഒരേ പ്രാധാന്യമാണ് ഉള്ളത്. ദേശീയ ഗീതവും ദേശീയ ഗാനവും ഒരേ ദിവസം തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്? അംഗീകരിക്കുന്നത്. അതായത് 1950 ജനുവരി 24. 1950 ജനുവരി 24. ദേശീയ ഗാനം എഴുതിയത് ടാഗോർ ആണെങ്കിൽ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. സ്ഥിരം വരുന്ന ചോദ്യമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് ഇദ്ദേഹം? ആനന്ദമഠം. ഏതാണ്? ആനന്ദമഠം. ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക. സന്യാസി കലാപം. കേട്ടോ. 19ാം നൂറ്റാണ്ടില് ബംഗാളിലുണ്ടായ സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം എന്തെഴുതിയത്? ആനന്ദമഠം എന്ന നോവൽ എഴുതിയത്. അപ്പൊ 19ാം നൂറ്റാണ്ടില് എവിടാ? ബംഗാളുണ്ടായ സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ത് എഴുതിയത്? ആനന്ദമഠം എഴുതിയത്. ആ ആനന്ദമഠം എന്ന് പറയുന്ന ആ നോവലിലെ ഭവാനന്ദൻ എന്ന പേരുള്ള
നോവല കഥാപാത്രം യഥാർത്ഥ കഥാപാത്രമാണ്. അങ്ങ് പറഞ്ഞു പോവേണ്. അപ്പൊ ഭവാനന്ദൻ എന്ന് പറയുന്ന കഥാപാത്രം ദുർഗാദേവിയോട് നടത്തുന്ന പ്രാർത്ഥനയാണ് എന്ത്? ആനന്ദമഠം. ഇത് ആനന്ദമഠം നോവൽ അയാളോട് പറഞ്ഞത്. ഇതിപ്പോ എനിക്ക് വയ്യാത്തന്നെ നമുക്ക് വയ്യാത്തന്നെ അറിയാൻ കഴിയില്ല. ഓക്കെ, അടുത്തേ അഡ്മിൻ ഉള്ളി അല്ലാത്ത ഗ്രൂപ്പിന്റെ അഡ്മിൻ ഉള്ളി നമ്മൾ നടക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ ആനന്ദമഠം, ആനന്ദമഠം എന്ന നോവലില് എന്താണ്? ഭവാനന്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രം ദുർഗാദേവിയോട് നടത്തുന്ന പ്രാർത്ഥനയാണ് എന്ത്? വന്ദേ മാതരം. വന്ദേ മാതരം എന്ന ഗാനം ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. വന്ദേ മാതരം സംസ്കൃത ബംഗാളി അന്ന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ PSC എടുക്കുന്ന ആൻസർ ഏതാണ്? ബംഗാളിയാണ്. അപ്പൊ ജനഗണമനയും ബംഗാളി, വന്ദേ മാതരവും ബംഗാളി. ജനഗണമന ടാഗോർ, വന്ദേ മാതരം ബങ്കിംചന്ദ്ര ചാറ്റർജി. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവലാണ് ദുർഗേശ നന്ദിനി. ഏതാണ്? ദുർഗേശ നന്ദിനി. ആ ദുർഗേശ നന്ദിനി നോവൽ എഴുതിയ ആരാണ്? ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ്. എന്നാൽ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലാണ് ഏത് ഉൾപ്പെടുന്നത്? വന്ദേ മാതരം ഉൾപ്പെടുന്നത്. വന്ദേ മാതരം പാടേണ്ട രാഗം ഏതാണ്? ദേശരാഗമാണ്. ഏത് രാഗമാണ്? ദേശരാഗം. വന്ദേ മാതരത്തിന് അപ്പൊ നമ്മൾ മറ്റേ ജനഗണമന പറഞ്ഞു. ജനഗണമന പാടേണ്ട രാഗം ഏതാണ്? ശങ്കരാഭരണമാണ്. ഏതാണ്? ശങ്കരാഭരണമാണ്. വന്ദേ മാതരം പാടേണ്ട രാഗം ദേശരാഗമാണ്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. എന്നാൽ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ആരാ? ജാദുനാഥ് ഭട്ടാചാര്യ. ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യ. അപ്പൊ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യാണ് വന്ദേ മാതരം സംഗീതം നൽകിയത്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച INC സമ്മേളനം 1896 കൊൽക്കത്ത. രണ്ടും ജനഗണമന ആയാലും ശരി തന്നെ വന്ദേ മാതരം ആയാലും ശരി തന്നെ രണ്ടും ആലപിക്കുന്നത് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ആദ്യമായി ആലപിക്കുന്നത്. ഓക്കെ, ജനഗണമന 1911. എന്നാൽ വന്ദേ മാതരം ആദ്യമായി ആലപിക്കുന്നത് 1896. 1896 INC കൊൽക്കത്ത സമ്മേളനത്തില് അധ്യക്ഷനാരാ? റഹ്മത്തുള്ള സയാനിയാണ്. ആരാണ്? റഹ്മത്തുള്ള സയാനിയാണ്. ഈ സമ്മേളനത്തില് ഈ വന്ദേ മാതരം പാടുന്നത് ആരാണ്? ടാഗോർ. മനസ്സിലായില്ലേ? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന എഴുതിയ ടാഗോറാണ് ആദ്യമായി ദേശീയ ഗീതമായ വന്ദേ മാതരം ഒരു പൊതുവേദിയിൽ എന്ത് ചെയ്തത്? ആലപിച്ചത്. അതാരാണ്? ടാഗോർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും മനസ്സിലായല്ലോ? അപ്പൊ ജനഗണമനയും നിങ്ങൾക്ക് മനസ്സിലായി, വന്ദേ മാതരവും മനസ്സിലായി. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ദേശീയ ചിഹ്നങ്ങൾ ചോദിക്കും കേട്ടോ, പതാക ചോദിക്കും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ദേശീയ ഗാനവും ദേശീയ ഗീതവും. ഇവിടെ ഇന്ത്യയിലെ അംഗീകൃത പതാക നിർമ്മാണ കേന്ദ്രം എവിടെയാണ്? ഹൂബ്ലി. ഏതാണ്? ഹൂബ്ലി കർണാടക. കർണാടക. ഇന്ത്യയിലെ അംഗീകൃത പതാക നിർമ്മാണ കേന്ദ്രം ഏതാണ്? ഹൂബ്ലി കർണാടക. ഹൂഗ്ലി എവിടാ? ഹൂഗ്ലി കൊൽക്കത്തയിലാണ്. ഹൂഗ്ലി നദി, ഗംഗാ നദിയുടെ കൈവഴി. കൈവഴി എന്ന് വെച്ചാൽ എന്താ? എടാ, ഒരു നദിയിലേക്ക് മറ്റൊരു നദി വന്ന് ചേരുകയാണെങ്കിൽ, അതിനെന്ന് പറയും പോഷക നദി എന്ന് പറയും. ഒരു നദിയിൽ നിന്ന് മറ്റൊരു നദി പിരിഞ്ഞു പോവുകയാണെങ്കിൽ പറയുന്നത് എന്താണ്? കൈവഴി. അതായത് ഗംഗാ നദിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന നദിയാണ് ഏത്? ഹൂഗ്ലി നദി. ഏതാണ്? ഹൂഗ്ലി നദി. കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്ന ഏത് നദീ തീരത്താണ്? ഹൂഗ്ലി നദീ തീരത്താണ്. ഈ ഹൂഗ്ലി നദീ തീരത്തിലാണ് ഹൂഗ്ലി നദിക്ക് കുറുകിன ഏത് പാലം? ഹൗറ പാലം. ഏതാണ്? ഹൗറ പാലം. അപ്പൊ ഹൂഗ്ലി കൊൽക്കത്തയിലും ഹൂബ്ലി എവിടെയാണ്? കർണാടകയിലും. കർണാടകയിലുമാണ്. ഹൂബ്ലിയിലാണ് എന്ത്? അംഗീകൃത പതാക നിർമ്മാണ കേന്ദ്രം. ഹൂഗ്ലിയാണ് കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന നദി. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന ഏത് നദീ തീരത്താണ്? ഹൂഗ്ലി നദീ തീരത്താണ്. ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദി അല്ല, കൈവഴിയാണ്. കൈവഴിയാണ് ഏത്? ഹൂഗ്ലി. ഓക്കെ, അപ്പൊ മനസ്സിലായില്ല? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തില് ഒരു പുഴ നദിയാകണമെങ്കിൽ എത്ര കിലോമീറ്റർ നീളം വേണം? 15 കിലോമീറ്റർ. അപ്പൊ 15 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് എന്തായി പ്രഖ്യാപിക്കുന്നത്? നദിയായി പ്രഖ്യാപിക്കുന്നത്. 15 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് എന്തായി പ്രഖ്യാപിക്കുന്നത്? നദിയായി പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, കേരളത്തില് 150 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികളുണ്ട്? 4 നദികൾ. ഈ 150 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികളെ നമ്മൾ പറയുന്നത് മീഡിയം നദികൾ എന്നാണ്. എന്താണ്? മീഡിയം നദികൾ എന്നാണ്. കേരളത്തിലെ മീഡിയം നദികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 4. അപ്പം മീഡിയം നദികൾ ഏതൊക്കെയാണ്? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. അപ്പൊ മീഡിയം നദികൾ ഏതൊക്കെയാണ്? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ഇതാണ് എന്ത്? മീഡിയം നദികൾ. 150 കിലോമീറ്റർ കൂടുതൽ നീളം ഉണ്ടെങ്കിൽ മീഡിയം നദിയായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? പ്രഖ്യാപിക്കത്തുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ബാക്കിയുള്ള നദികൾ മൈനർ നദികൾ എന്നാണ്. അപ്പൊ ബാക്കി എത്ര നദിയുണ്ട്?
40. ഓക്കെ, 40 മൈനർ നദികളും 4 മീഡിയം നദികളാണുള്ളത്. ഓക്കെ, അറിയാലോ. ഏറ്റവും നീളം കൂടിയ നദി ഏതാ? പെരിയാർ, 244 കിലോമീറ്റർ. രണ്ടാം സ്ഥാനത്ത് ഭാരതപ്പുഴ, എത്ര? 209 കിലോമീറ്റർ. മൂന്നാമത് പമ്പ, എത്ര? 176 കിലോമീറ്റർ. നാലാമത് ചാലിയാർ, 169 കിലോമീറ്റർ. അപ്പൊ 244 പെരിയാർ, 209 ഭാരതപ്പുഴ, 176 പമ്പ, 169 ചാലിയാർ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നദികളുടെ നീളം. ഓക്കെ, പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ശിവഗിരി മലയാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമല. ശിവഗിരി മല പെരിയാർ. ഓക്കെ, ആനമല ഭാരതപ്പുഴ. ഓക്കെ, എന്നാൽ പമ്പയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? പൊളിച്ചിമല. പമ്പയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? പൊളിച്ചിമലയാണ്. ഓക്കെ, നമ്മുടെ ചാലിയാന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഇളമ്പലേരി കുന്നുകൾ. ഓക്കെ, ചാലിയാന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഇളമ്പലേരി കുന്നുകൾ. ഓക്കെ, മനസ്സിലായി ഇത്തരം കാര്യങ്ങൾ. ഓക്കെ, ശരി. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ച് വേണം കേട്ടാ. നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടേ പോയത്? പതാക പറഞ്ഞിട്ടാണ് പോയല്ലേ? ഓക്കെ, ഈ പറഞ്ഞ എല്ലാം പഠിക്കാറുണ്ട് പിള്ളേർ. അത് LGS നമുക്ക് മെയിൻ സ്റ്റഡിയിൽ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് റിവിഷൻ പോലെ പോകുന്നത്. നമുക്ക് എല്ലാ ഭാഗത്തും ടച്ച് ചെയ്ത് പോകാൻ കണക്കിന് കേട്ടാ. ഓക്കെ, ശരി. അപ്പോൾ സുബിനെ ഒന്ന് പോസിറ്റേ. ഓക്കെ, അപ്പോൾ ചോദിക്കാമല്ലോ. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച സമ്മേളനം? 1911 കൊൽക്കത്ത. അധ്യക്ഷൻ BN സർളാദേവി ചൗധരാണി. ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത്? 1896 കൊൽക്കത്ത. റഹ്മത്തുള്ള സയാനി ടാഗോർ. ഒരു എഴുച്ചിലുണ്ട് കേട്ടാ. കൊച്ചു പയ്യൻ പറയണല്ലേ കേട്ടോ, വയ്യ. ശരി, ഇവൻ നിനക്കൊരു ഭീഷണിയാണ്. അവിടെ മുസിനെ, ദേശീയ ഗാനം അംഗീകരിച്ച തീയതി എന്ന് പറഞ്ഞേ? തവക്കോടെ 50 ജനുവരി 24. എടാ, ദേശീയ ഗീതം അംഗീകരിച്ച തീയതി പറഞ്ഞേ? രണ്ടും ഒരേ ഡേറ്റിലാണ്. ഓക്കെ, സുബിനെ, ദേശീയ ഗാനത്തിന് രാഗം നൽകിയിരിക്കുന്ന, ദേശീയ ഗാനം പാടേണ്ട രാഗം ഏതാണ്? ജനഗണമന പാടേണ്ട ശങ്കരാഭരണം. ഓക്കെ, ഇവിടെ വന്ദേമാതരം പാടേണ്ടത് രാഗം? വന്ദേമാതരം പാടേണ്ടത് ദേശ്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയതാരാ? ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂർ. ഓക്കെ, വന്ദേമാതരം സംഗീതം നൽകിയതാരാ? ജഗന്നാഥ് ഭട്ടാചാര്യ. ഓക്കെ, ഈ വന്ദേമാതരം തമിഴിലേക്ക് തർജ്ജമ ചെയ്താരെന്നറിയോ? സുബ്രഹ്മണ്യ ഭാരതിയാണ് കേട്ടോ. സുബ്രഹ്മണ്യ ഭാരതിയാണ് കേട്ടോ. തമിഴിലേക്ക് തർജ്ജമ ചെയ്താരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഓക്കെ, ഇംഗ്ലീഷിലേക്ക് അരവിന്ദ ഘോഷല്ല. ആ പേര് മൊത്തം നമ്മൾ തെറ്റാ പറയുന്നത്. ആളുടെ പേര് അരബിന്ദോ ഘോഷ് എന്നാണ്. ബായാണ്, ബാ, ഇന്ദല്ല, ഇന്തോയാണ്. അരബിന്ദോ ഘോഷ്. ഇത് അവന്റെ വാക്യത്തെല്ലാം കയറിപ്പോഴും വാർച്ചു വേട. അരബിന്ദോ ഘോഷ്. എന്താണ്? അരബിന്ദോ ഘോഷ് കേട്ടോ. അരബിന്ദോ ഘോഷ്. അതുപോലെ രവീന്ദ്രനാഥ് ടാഗോർ, അതും തെറ്റാണ്. രവീന്ദ്രനാഥ ടാഗോർ. എന്താണ്? രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, ഓർത്ത് വെച്ചോണം കേട്ടോ, രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഒരു ചോദ്യം കൂടെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. ആ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ പതാക തയ്യാറാക്കിയ, ദേശീയ പതാക തയ്യാറാക്കിയ പിംഗളി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. പ്രീവിയസ് ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ഈ പിംഗളി വെങ്കയ്യെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1916 ഇന്ത്യൻ ദേശീയ പതാക എങ്ങനെ ആയിരിക്കണം എന്നത് സംബന്ധിച്ച് 30 രൂപകൽപ്പനകൾ ഉൾക്കൊള്ളുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് ആര്? പിംഗളി വെങ്കയ്യ. ഓക്കെ, 1916 ഇന്ത്യൻ ദേശീയ പതാക എങ്ങനെ ആയിരിക്കണമെന്ന് സംബന്ധിച്ച് എത്ര പുസ്തകങ്ങൾ? 30 രൂപകൽപ്പന. എത്ര പുസ്തകമല്ല, 30 രൂപകൽപ്പന ഉൾക്കൊള്ളുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് ആര്? 30 രൂപകൽപ്പനയുള്ള ഒരു പുസ്തകം പിംഗളി വെങ്കയ്യ. ഓക്കെ, 1921 വിജയവാഡയിൽ വെച്ച് നടന്ന കോൺഗ്രസ് മീറ്റിംഗിൽ പിംഗളി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ദേശീയ പതാകയുടെ മാതൃക ഗാന്ധി എന്ത് ചെയ്തു? അംഗീകരിച്ചു. ഗാന്ധി മറ്റേ ലിയോയിൽ മറ്റേ ലവം വരെ പൊട്ടിപ്പൊട്ടികളൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. ഓക്കെ, അംഗീകരിച്ചു. 1921 എന്താ ബാഡാസ് പാട്ട് വിടാൻ പോവേണേ? ഇല്ല, കാണിച്ചേട്ടെ. ഓക്കെ, അപ്പൊ 1921 വിജയവാഡ വെച്ച് നടന്ന കോൺഗ്രസ് മീറ്റിംഗിൽ പിംഗളി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ദേശീയ പതാകയുടെ മാതൃക എന്ത് ചെയ്തു? അംഗീകരിച്ചു. ഓക്കെ, പിംഗളി വെങ്കയ്യയുടെ സ്മരണാർത്ഥം തപാൽ പുറത്തിറക്കിയ വർഷം? ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സായത് ആ വർഷമാണ്. 2008. ഈ കമ്മേഷൻ കഴിയുമ്പോ എവന്മാരെ ആരെയും തൗകിനടിച്ച് കൊല്ലും. 2009 ഇന്നലെ പഠിപ്പിച്ചാടാ. 2009 ഓഗസ്റ്റ്. പിന്നെ നീ 2008 പറയുന്നതിന് എന്താ പറ? 2008 ഒക്ടോബർ 22 എന്താണ്? 2008 ഒക്ടോബർ 2022 എന്താണ്? ചന്ദ്രൻ ദിനമല്ല, ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചു. 2008 ഒക്ടോബർ 22. ഓക്കെ, ശരി. അപ്പൊ 2009 എന്ത് പിള്ളേരെ?
സ്റ്റാമ്പ്. പിംഗലി വെങ്കയുടെ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം ഏതാണ്? 2000. അപ്പൊ ഇന്ത്യൻ ദേശീയ പതാക ഡിസൈൻ ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യാണ്. അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണ്? ആന്ധ്രാപ്രദേശുകാരനാണ്. 1916 ഇന്ത്യൻ ദേശീയ പതാക എങ്ങനെയായിരിക്കണം എന്ന് ഉൾക്കൊള്ളുന്ന 16 രൂപകൽപ്പനകൾ അത് വെച്ചിട്ടുള്ള കത്തിക്കരി വന്നേ 30 രൂപകൽപ്പനകളുള്ള ഒരു ബുക്ക് എന്ത് ചെയ്തു ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചു. 1921 വിജയവാഡ വെച്ച് നടന്ന കോൺഗ്രസ് മീറ്റിംഗിൽ ഗാന്ധിജി എന്ത് ചെയ്തു ഇപ്പോൾ ഉള്ള മാതൃക അംഗീകരിച്ചു. ഓക്കെ. പിംഗലി വെങ്കയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2009. ഇത്ര മനസ്സിലായല്ലോ പിള്ളേരെ? ഓക്കെ, ശരി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമ്മളിങ്ങനെ ഈ സംസാരിച്ചും കളിയിലൊക്കെ പറഞ്ഞു പോണത് കേട്ടോ. നമുക്ക് ഭയങ്കര ഇപ്പം രാത്രി ഒരുപാട് ലേറ്റായി, നമ്മുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കും മുഷിപ്പൊന്നും തോന്നരുത് കേട്ടോ. ഓക്കെ, നല്ലപോലെ പഠിക്കുക എല്ലാവരും. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ച്, ശുഭദിനം ഇത്രയല്ല പകലാണ്ട് വീഡിയോ പോണത്. നല്ലൊരു ദിനം ആഘോഷിച്ചുകൊണ്ട് നമ്മൾ വിട വാങ്ങുകയാണ്. ഓക്കെ, ഇന്ന് ആസിബലി വന്നില്ല, ഇന്ന് ദേവരെക്കൊണ്ട മാത്രമേ ഉള്ളൂ കേട്ടോ. വിജയ് ദേവരെക്കൊണ്ട. കുഞ്ചാക്കോ ആരൊരാൾ കമന്റ് ചെയ്ത് താടി കുറച്ച് നീട്ടിയ കുഞ്ചാക്കോ പോലെ ഇരിക്കുമെന്ന്. അന്ന് പോയി താടി എടുത്ത്. ഇപ്പം മറ്റേ ഇതിലെ ഏത് സിനിമയിലെ കുഞ്ചാക്കോ ഉണ്ടല്ലോ, മറ്റേ ലോലിപോപ്പിലെ കുഞ്ചാക്കോ കണക്കായി. ശരി, അപ്പൊ കുഞ്ചാക്കോ ദേവരെക്കൊണ്ടൊക്കെ ഒപ്പം അഖിൽ വിട വാങ്ങുന്നു.